ഗൈസ്, അങ്ങനെ എക്സാം കാത്തു നിന്ന് ഇങ്ങ് എത്തിയില്ലേ. നമ്മളുടെ മുന്നിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ. എങ്ങനെ തുടങ്ങണം, എന്ത് ചെയ്യണം എന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ മക്കള് എന്തായാലും ഫുൾ മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ എന്തായാലും ഇന്നത്തെ ലൈവ് അടിപൊളിയായിട്ട് കാണാ. ലൈവിലുള്ളതൊക്കെ പഠിക്കാം. നമുക്ക് ഫുൾ മാർക്ക് വാങ്ങണം, സെറ്റ് ആക്കണം, കളറാക്കണം. സോ മിസ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ്. ഏത്? നമ്മുടെ സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിള്, സമചതുരങ്ങളും മട്ടത്രികോണങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അല്ലേ. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ചോദിക്കാറുള്ളത് ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഡ്രോ സ്ക്വയർ വിത്ത് ഏരിയ. ഏരിയ തന്നിട്ട് സ്ക്വയർ വരയ്ക്കാൻ പറയും. അതായത് പരപ്പളവ് തന്നിട്ട് സമചതുരം വരയ്ക്കാൻ പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്ന് എന്തായാലും ചോദിക്കാം. എന്തായാലും ഇങ്ങനത്തെ ഒരു 2 ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ടാവും. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും ഒരുപോലെയല്ല മക്കൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ടാൽ എല്ലാം ഒരുപോലെ ഉണ്ടാവും, പക്ഷെ ആൻസർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് എങ്ങനെയാന്നുള്ളത് മിസ് അടിപൊളിയായിട്ട് പറഞ്ഞുതരാൻ പോവാണ് കേട്ടോ. നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം. ഈ ഒരൊറ്റ ക്ലാസ്സോട് കൂടിയിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണം. ആൻഡ് ആരെങ്കിലും അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യാം. സെറ്റല്ലേ? യെസ്. അങ്ങനെയെങ്കിൽ ഇതാ നോക്ക്, ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് 121 സ്ക്വയർ സെന്റിമീറ്റർ ഉള്ള ഒരു ഏരിയ ഉള്ള ഒരു സ്ക്വയർ അത് വരയ്ക്കാനാണ്. എത്രയാണ് ഏരിയ എന്ന് പറഞ്ഞാൽ 121 ആണ്. ഏരിയ ഈസ് ഈക്വൽ ടു എത്രയാടാ? 121 ആണ്. ഓക്കെ, സാധാരണ രീതിയിൽ ഏരിയ തന്നാൽ സൈഡ് എങ്ങനെയാടാ കാണുക? സൈഡ് എങ്ങനെയാ കാണുക? നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. ഏരിയ എന്ന് പറയുന്നത്, പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? വശം ഇൻറ്റു വശമാണ്, സൈഡ് ഇൻറ്റു സൈഡ് ആണ്, അല്ലെങ്കിൽ സൈഡ് സ്ക്വയർ എന്ന് പറയാം അല്ലെ. അങ്ങനെയെങ്കിൽ സൈഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് ഏരിയ കണ്ടാൽ മതി. ഏരിയ എന്ന് പറയുന്നത് എന്തിന്റെ പൂർണ്ണവർഗ്ഗമാണ്? ഏതിന്റെ സ്ക്വയർ ആണ് എന്ന് കണ്ടാൽ മതി അല്ലെ. അതായത് സൈഡ് എന്തായിരിക്കും? റൂട്ട് 121 ആണ് അല്ലെ. 121 നമുക്കറിയാം എന്തിന്റെ സ്ക്വയർ ആണ് 121? 11 ഇൻറ്റു 11 ആണ് 121 അല്ലെ. സോ എന്തായിരിക്കും സൈഡ് എന്ന് പറയുന്നത്? 11 സെന്റിമീറ്റർ ആയിരിക്കും നമ്മളുടെ സൈഡ് എന്ന് പറയുന്നത്. സിമ്പിൾ കാര്യം, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത്രയും സിമ്പിൾ ആയിരുന്നു. യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. 98 സ്ക്വയർ സെന്റിമീറ്റർ ഉള്ള നോക്ക് ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാനും. എത്രയാ ഏരിയ പറഞ്ഞത്? ഏരിയ ഈസ് ഈക്വൽ ടു 98 ആണ് പറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ സ്ക്വയേഴ്സ് ഏതൊക്കെ വരുന്നത്? 1ന്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെത് 4 ആണ്, 3ൻ്റെത് 1 4, 3ന്റെ 9 ആണ്, 4ന്റെ 16 ആണ്, ആൻഡ് 7ന്റെ 14 4 5ന്റെ 25 ആണ്, 6ന്റെ 36 ആണ്, 7ന്റെ 49 ആണ്, 8ന്റെ 64 ആണ്, ആൻഡ് 9ന്റെ 81 ആണ്, ആൻഡ് 10ൻ്റെത് 100 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ക്വയേഴ്സ് വരുന്നത്. പക്ഷെ ഇവിടെ നോക്ക്, ഏരിയ 98 ആണ്. സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് സൈഡ് കാണുക? സൈഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഏരിയ ആണ് അല്ലെ. വശം എന്ന് പറയുന്നത് റൂട്ടിൻ പരപ്പളവാണ് അല്ലെ, വർഗ്ഗമൂലമാണ് പരപ്പളവിന്റെ. അതായത് റൂട്ട് 98. പക്ഷെ 98 ഒരു പൂർണ്ണ വർഗ്ഗമാണോ? ഇവിടെ നോക്ക്, 81 കഴിഞ്ഞാൽ 100 വരുന്നത്. 98ന് എന്തില്ല? ഒരു വർഗ്ഗമൂലം ഇല്ല. ഒരു പൂർണ്ണ വർഗ്ഗമല്ല എന്ത്? 98. അങ്ങനെ ഒരു ഏരിയ കണ്ടാൽ എങ്ങനെയാടാ നമ്മൾ സൈഡ് കാണുക? മിസ് പറഞ്ഞു തരട്ടെ എങ്ങനെയാണ്. അതായത് ഇത് ഇങ്ങനെ എടുക്കാൻ കഴിയില്ല അല്ലെ, ഇതിങ്ങനെയല്ല. അപ്പൊ നമ്മൾ സൈഡ് കാണാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഏരിയയുടെ പകുതി എടുക്കുക. ഓക്കെ, ഏരിയയുടെ പകുതി, അതായത് ഏരിയനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 98ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്താടാ വരിക? 98ന്റെ പകുതി 45ഉം 45 4ഉം 49 ആണ്. ഓക്കെ, 49 ആണ്. ഇനി മക്കൾ എന്താണ്? നമുക്ക് ഏരിയന്റെ പകുതി എടുത്ത് അല്ലേ. ഇനി ഏരിയ 49 ആകുമ്പോൾ ഇതാ നോക്ക്, നിങ്ങൾക്ക് കിട്ടിയ ഈ സംഖ്യ അല്ലേ, ഈ സംഖ്യ ഒരു പൂർണ്ണ വർഗ്ഗമാണോ നോക്കുക. നോക്ക്, നമ്മൾ എന്ത് ചെയ്തു? ഏരിയന്റെ പകുതി എടുത്തു. ഏരിയന്റെ പകുതി 49 ആണ് കിട്ടിയത്. ആ 49 എന്താണോ നോക്കുക? ഒരു പൂർണ്ണ വർഗ്ഗമാണോ നോക്കുക. ആണോ? യെസ് ആണല്ലോ. 49 എന്ന് പറയുന്നത് 7ന്റെ വർഗ്ഗമാണ്. അപ്പൊ സിമ്പിളായി നമ്മൾ എന്ത് ചെയ്തു? ഏരിയ 49 ആക്കി എടുത്തു. അങ്ങനെയെങ്കിൽ സൈഡ് എന്താടാ വരിക? സിമ്പിൾ കാര്യമാണ്, റൂട്ട് 49 ആണ് സാറേ. അതായത് 7 ആയിരിക്കും. ഓക്കെ, ഈ ഒരു സ്ക്വയർ നിങ്ങൾക്ക് വരയ്ക്കാനാവില്ലേ? സ്ക്വയർ വരയ്ക്കാനാവും അല്ലേ. എങ്ങനെയാ സ്ക്വയർ വരയ്ക്കുക? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ എന്ത് വരയ്ക്കുന്നു? 7 സെന്റിമീറ്റർ സൈഡ് വരുന്ന സ്ക്വയർ വരയ്ക്കുന്നു. 7 സെന്റിമീറ്റർ സൈഡ് വരുന്ന സ്ക്വയർ വരയ്ക്കുന്നു. സ്ക്വയർ വരയ്ക്കാൻ മിസ് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. 7 സെന്റിമീറ്റർ സൈഡ് വരുന്ന സ്ക്വയർ വരയ്ക്കുന്നു. എങ്ങനെയാ വരയ്ക്കുക? വേണമെങ്കിൽ 7 സെന്റിമീറ്ററിൽ എന്ത് വരയ്ക്കാം? ഇവിടെ ഒക്കെ വെറുതെ സ്ക്വയേഴ്സും. ഓക്കെ, യെസ്. എന്ത് വരയ്ക്കുക? 7 സെന്റിമീറ്ററിൽ ഒരു ലൈന് വരയ്ക്കുക.
എന്നിട്ട് എന്ത് ചെയ്യുക, 90 ഡിഗ്രിയിൽ എന്താ ചെയ്യുക, അടുത്ത 7 സെന്റിമീറ്ററിലെ ലൈൻ വരയ്ക്കുക അല്ലെ. ഇനിയും എന്ത് ചെയ്യുക, ഇവിടുന്ന് 90 ഡിഗ്രിയിൽ 7 സെന്റിമീറ്റർ വരച്ചാൽ നമുക്ക് സ്ക്വയർ ആയി. ഓക്കെ, ഇതിന്റെ ഏരിയ എത്രയാടാ, ഇതിന്റെ ഏരിയ 49 ആണ്. പക്ഷെ നമ്മളോട് എന്താ പറഞ്ഞത്, 49 ഏരിയ ഉള്ള സ്ക്വയർ വരയ്ക്കാനാണോ നിങ്ങളോട് പറഞ്ഞത്? അടി അല്ല, എന്താ വരയ്ക്കാൻ പറഞ്ഞത്, 98 ഏരിയ ഉള്ള സ്ക്വയർ വരയ്ക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് പകുതി ഏരിയ ആണല്ലേ ഉള്ളത്, ഇതിന്റെ ഡബിൾ ഏരിയ വരുന്ന സ്ക്വയർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനിങ്ങനെ ഒരു ഡയഗണൽ വരയ്ക്കുന്നു. ഓക്കെ, ഇനി ഈ ഡയഗണൽ വശമായിട്ട് വരുന്ന രീതിയിൽ ഒരു സ്ക്വയർ വരച്ചാൽ അതായിരിക്കും നമ്മളുടെ 98 ഏരിയ ഉള്ള സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെയാ ഇതൊരു വശമായിട്ട് വരുന്ന രീതിയിൽ സ്ക്വയർ വരയ്ക്കുക? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിൽ ആരുണ്ട്, നമ്മളുടെ സ്വന്തം ആരുണ്ടടാ, പൊട്രാക്ടർ ഉണ്ട്. പൊട്രാക്ടർ എടുത്തിട്ട് എന്ത് ചെയ്യുക, 90 ഡിഗ്രി ആണ് അല്ലേ വരിക, ഒരു സ്ക്വയറിന്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ മിസ് എന്ത് ചെയ്യുന്നു, 90 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ദെൻ 90 ഡിഗ്രിയിലൂടെ കടന്നു പോകുന്ന വലിയൊരു ലൈൻ അങ്ങോട്ട് വരച്ചു കൊടുക്കും. ഓക്കെ, ഇനി അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു, 90 ഡിഗ്രി മിസ് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് 90 ഡിഗ്രിയിലൂടെ കടന്നു പോകുന്ന വലിയൊരു ലൈൻ അങ്ങോട്ട് വരച്ചു കൊടുക്കും. പക്ഷെ ഈ ലൈനിന്റെ നീളമൊക്കെ എത്രയാണെന്നാ ഇവർ പറഞ്ഞത് ഈ സൈഡ് എത്രയാണോ അത്ര തന്നെ ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സൈഡ് എത്രയാന്ന് ജസ്റ്റ് കോമ്പസിൽ ഒന്ന് അളന്നു നോക്കുന്നു. ഈ സൈഡ് എത്രയാണ്, ഈ ഒരു ഡയഗണൽ ഇല്ലേ, ഈ ഡയഗണൽ എത്രയാന്ന് കോമ്പസിൽ അളന്നു നോക്കുന്നു. അത്ര തന്നെ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുന്നു. ഓക്കെ, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, അത്ര തന്നെ എടുക്കുന്നു. യെസ്, ഇതാണ് നമ്മളുടെ ഈ സൈഡിന്റെ നീളം എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ചേർത്ത് വരച്ചു കൊടുത്താൽ ഇവനായിരിക്കും നമ്മളുടെ സ്ക്വയർ എന്ന് പറയുന്നത്. ഈ സ്ക്വയറിന്റെ ഏരിയ എത്രയായിരിക്കും, 98 ആയിരിക്കും. വരുന്നില്ലേ, 98 പോയോ? ഓക്കെ, ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് 98 ആയിരിക്കും. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമുക്ക് ഒരു ഏരിയ തന്നു. ആ ഏരിയ എന്തല്ല, ഒരു പൂർണ്ണ വർഗമല്ല, പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ പകുതി എടുക്കുക. അതിന്റെ പകുതി ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ നോക്കുക. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ആ ഏരിയ ഉള്ള ഒരു സ്ക്വയർ നമ്മൾ വരച്ചു, സമചതുരം വരച്ചു. എന്നിട്ട് അതിന്റെ ഡയഗണൽ വരച്ചിട്ട് ആ ഡയഗണൽ ഒരു വശമായിട്ട് വരുന്ന രീതിയിൽ മറ്റൊരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ ഇതായിരിക്കും ഇതിന്റെ ഡബിൾ ഏരിയ ഉള്ള സ്ക്വയർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ, സോ സിമ്പിൾ. യെസ്, അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 13 സെന്റിമീറ്റർ പറഞ്ഞത്. ഓക്കെ, 13 സ്ക്വയർ സെന്റിമീറ്റർ. ഏരിയ എത്രയാ പറഞ്ഞത്, ഏരിയ ഈസ് ഈക്വൽ ടു 13 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ ഏരിയന്റെ റൂട്ട് സൈഡ് എങ്ങനെയാ കാണാ, നമുക്ക് ഏരിയ തന്നാൽ സൈഡ് എങ്ങനെയാടാ കാണാ, സൈഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഏരിയ, റൂട്ട് 13 എന്തെങ്കിലും വർഗമാണോ, 13 ഒരു പൂർണ്ണ വർഗമാണോ, അല്ല അല്ലെ. അപ്പൊ ഇത് നടക്കില്ലടാ, ഈ ഒരു പരിപാടി നടക്കൂല. ഇനി അടുത്ത ട്രിക്ക് എന്താണ്, നമ്മൾ ഈ ഒരു ഏരിയന്റെ പകുതി എടുക്കൂ അല്ലെ. 13ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്താണ്, 6.5. 6.5 ഒരു പൂർണ്ണവർഗാണോ, അതുമല്ല. അപ്പൊ എന്തല്ല, ഇതും നമുക്ക് നടക്കൂല. ഇനി അടുത്ത ആരാണുള്ളത്, അടുത്ത മൂന്നാമത്തെ ഒരു ട്രിക്കാണ് ഇനി മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, മൂന്നാമത്തെ ട്രിക്ക്, ഈ 3 നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഏതാ ചെയ്യാൻ പറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാ, 3 ഒന്ന് നോക്കുക. അപ്പൊ മൂന്നാമത്തെ ട്രിക്ക് എന്താണെന്നറിയോ, നമ്മളെ പൂർണ്ണവർഗങ്ങൾ ജസ്റ്റ് മിസ് എഴുതാണേ ഇവിടെ. 1, 4, 9, ദെൻ 9 കഴിഞ്ഞാൽ 16 ആണ്, 5ൻ്റെത് 25 ആണ്, 6 × 6 36 ആണ്, 7 × 7 49 ആണ്, 8 × 8 64 ആണ്, 9 × 9 81 ആണ്, 10 × 10 100. ഇനി എന്ത് ചെയ്യാൻ അറിയോ, 13 അല്ലേ നമുക്ക് ഏരിയ പറഞ്ഞത്, ഏരിയ ഈസ് ഈക്വൽ ടു 13 ആണ് അല്ലെ. ഈ 13ന്റെ ഏതെങ്കിലും പെർഫെക്റ്റ്, ഇത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് അല്ലെ. ഈ സ്ക്വയേഴ്സിന്റെ സമ്മായിട്ടോ ഡിഫറൻസ് ആയിട്ടോ എഴുതി നോക്കുക. അതായത് ഇത് ഇവിടെ സമ്മായിട്ട് എഴുതാൻ പറ്റുമോ നോക്ക്. 9 + 4 ഇവന്മാർ രണ്ടാളെയും കൂട്ടി നോക്ക്. 9ഉം 4ഉം കൂട്ടിയാൽ എത്ര കിട്ടും, 13 കിട്ടും അല്ലെ. അപ്പൊ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും ശരിക്കും, 9 + 4 എന്ന് എഴുതാൻ പറ്റും അല്ലെ. 9 + 4 അതായത് എന്താടാ, 9 എന്ന് പറഞ്ഞാൽ എന്താണ്, 3ന്റെ സ്ക്വയർ ആണ്, പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഇനി എങ്ങനെയാ നമ്മളുടെ സമചതുരം വരയ്ക്കാന്നറിയോ, ഈ 2 എണ്ണല്ലേ, ഇവന്മാർ രണ്ടാളൂല്ലേ 3ഉം 2ഉം, ഈ 3ഉം 2ഉം വശമായിട്ട് വരുന്ന രീതിയിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഒരു മട്ട ത്രികോണം വരയ്ക്കാം. ഓക്കെ, അതിന്റെ മൂന്നാമത്തെ സൈഡിലായിരിക്കും ഈ ഒരു സ്ക്വയർ ഉണ്ടാവുക. 13 സ്ക്വയർ സെന്റിമീറ്റർ ഉള്ള സമചതുരം ഉണ്ടാവുക അതിന്റെ മൂന്നാമത്തെ സൈഡിലായിരിക്കും നമ്മളുടെ മട്ട ത്രികോണത്തിന്റെ. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, മിസ്സേ മട്ട ത്രികോണത്തിന് 3 വശങ്ങളില്ലേ, ഈ 3 വശങ്ങളിൽ ഏതായിട്ടാ ഞങ്ങൾ ഇവന്മാരെ രണ്ടാളി എടുക്കേണ്ടതെന്ന് അല്ലെ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നോക്ക്,
ഇവിടെ എന്താണ് വരുന്നത്? പ്ലസ് ആണ് വരുന്നത്. പ്ലസ് ആണ് വരുന്നത് എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ മട്ടത്രികോണത്തിന്റെ ഈ രണ്ട് പെർപെൻഡിക്കുലർ സൈഡ് ആയിരിക്കും ആര്? ഇവന്മാര് 3 ഉം 2 എന്ന് പറയുന്നത്. ഈ മട്ടത്രികോണത്തിന്റെ രണ്ട് പെർപെൻഡിക്കുലർ സൈഡ് ആയിരിക്കും 3 ഉം 2 ഉം. ഇത് വരയ്ക്കാൻ ഒരു പണിയുണ്ടല്ലോ. എന്ത് ചെയ്യുന്നു? 3 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുന്നു അല്ലെ. 3 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. 90 ഡിഗ്രിയിൽ 2 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. ഇവന്മാർ രണ്ടാളെയും കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഈ മട്ടത്രികോണം കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇതിന്റെ മൂന്നാമത്തെ സൈഡിലാണ് ആര് വരുന്നടാ? ഇതിന്റെ മൂന്നാമത്തെ സൈഡിലാണ് നമ്മളുടെ സ്വന്തം റൈറ്റ് ട്രയാങ്കിൾ വരുന്നത്. എങ്ങനെയാ വരയ്ക്കുക ഇതിന്റെ മൂന്നാമത്തെ സൈഡ്? നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ വരച്ചു നോക്ക്. നമ്മളുടെ പൊട്രാക്ടർ എടുക്കുന്നു. എന്താ ചെയ്യുക? പൊട്രാക്ടറിൽ പൊട്രാക്ടർ ഇതാ ഈ ഒരു എൻഡിൽ വെക്കുക അല്ലെ. ഈ ഒരു എൻഡിൽ വെക്കുന്നു. 90 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. 90 ഡിഗ്രിയിലൂടെ കടന്നു പോകുന്ന വലിയൊരു ലൈൻ അങ്ങോട്ട് വരയ്ക്കും. 90 ഡിഗ്രിയിലൂടെ കടന്നു പോകുന്ന വലിയൊരു ലൈൻ വരയ്ക്കും. ഇവിടെ എന്ത് ചെയ്യുന്നു? 90 ഡിഗ്രി ഇതാ മാർക്ക് ചെയ്തു മിസ്. എന്നിട്ട് 90 ഡിഗ്രിയിലൂടെ കടന്നു പോകുന്ന വലിയൊരു ലൈൻ വരയ്ക്കും. ഓക്കെ, പക്ഷെ ഈ വലിയ ലൈൻ ഇത്രയും നീളം വേണോ? വേണ്ട അല്ലെ. ഇതിന്റെ നോക്ക് എവിടെ പോയി? ഇതിന്റെ നമ്മളുടെ കർണാണ് അല്ലെ. ഈ ഹൈപ്പോട്യൂസിന്റെ നീളം എത്രയാണോ അത്രയാണ് ഇതിന്റെ വശം വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? കോമ്പസിൽ ഇതാ ഇതിന്റെ നീളം എടുത്തു നോക്കുന്നു. സ്ക്വയർ ആണ് അല്ലെ, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പൊ ഈ നീളം എടുത്തു നോക്കുന്നു. ഇവിടുന്ന് ഇങ്ങോട്ട് ചാപം വരയ്ക്കുന്നു. ഈ നീളത്തിൽ സെയിം ആയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും ചാപം വരയ്ക്കുന്നു. ഇവന്മാർ രണ്ടാളി ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇവനാണ് എന്ത്? 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 13 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയയുള്ള എന്തെന്ന് പറയുന്നത്? നമ്മളുടെ സമചതുരം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതും വേറെ രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. മക്കളെ, ഇതിന്റെ ഒക്കെ നോട്ട്സ് നിങ്ങൾക്ക് വേണ്ടേ? നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്തോ? കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ കേട്ടോ. ഇതിലായിരിക്കും നമ്മൾ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓടിപ്പോയിട്ട് ജോയിൻ ചെയ്തോ കേട്ടോ. ഓക്കെ സെറ്റ്. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. എത്രയാ പറഞ്ഞിട്ടുള്ളത്? 11 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. എത്രയാണ്? 11 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഏരിയ എന്ന് പറയുന്നത് ഇവർ പറഞ്ഞ എത്രയാണ്? ഏരിയ ഈസ് ഈക്വൽ ടു 11 എന്നാ പറഞ്ഞത് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ട്രിക്ക് എന്താണ്? സൈഡ് കാണാന് നമ്മൾ ഇതിന്റെ റൂട്ട് എടുത്തു നോക്കും അല്ലെ, വർഗ്ഗമൂലം എടുത്തു നോക്കും. പക്ഷെ ഇതെന്തല്ലടാ, ഇത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ നമുക്ക് സൈഡ് കിട്ടില്ല. ഈ ഒരു മാർഗം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. ഇനി രണ്ടാമത്തെ എന്താണ്? നമ്മൾ എന്ത് ചെയ്തു? ഈ ഏരിയന്റെ പകുതി എടുക്കും. അതായത് എത്രയാണ്? 5.5. 5.5 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല അല്ലെ. അതും ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? മൂന്നാമത്തെ ട്രിക്ക് അല്ലെ, ഇത് ഉപയോഗിക്കാൻ പറ്റൂല. അപ്പോഴാണ് നമ്മളുടെ ആര് വരുന്നത്? നമ്മളുടെ മൂന്നാമത്തെ ട്രിക്ക് അല്ലെ. മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഈ സ്ക്വയേഴ്സിന്റെ 4, 9, 16, 25, 36, ദെൻ 36, 6, 7, 49, 64, 81, 100 ഈ സ്ക്വയേഴ്സ് 1 മുതൽ 10 വരെയുള്ള സ്ക്വയേഴ്സ് നിങ്ങൾക്ക് അറിയൂലേ? അപ്പൊ ഈ ഏതോ സ്ക്വയേഴ്സിന്റെ സമ്മായിട്ടോ ഡിഫറൻസ് ആയിട്ടോ തുകയായിട്ടോ വ്യത്യാസമായിട്ടോ എഴുതാൻ പറ്റുമോ നോക്കുക. 11 അപ്പൊ എങ്ങനെയാ എഴുതാൻ പറ്റുക? എങ്ങനെയാ എഴുതാൻ പറ്റുക? 9ഉം 4ഉം പറ്റൂല. 9ഉം 16ഉം 16 മൈനസ് 9 ഒന്നും പറ്റൂല. പക്ഷെ ഇവിടെ നോക്ക്. കിട്ടി. 25ഉം 36ഉം 36 മൈനസ് 25 ചെയ്താൽ എന്ത് കിട്ടുവടാ? 11 കിട്ടും. അപ്പൊ നമുക്ക് 11 എങ്ങനെ എഴുതാൻ പറ്റും? ഏരിയ ഈസ് ഈക്വൽ ടു ഇവർ പറഞ്ഞത് 11 എന്നാ. 11 എങ്ങനെ എഴുതാൻ പറ്റും? 36 മൈനസ് 25 എന്ന് എഴുതാൻ പറ്റും. അതായത് 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത പരിപാടി എന്താണ്? നമ്മളുടെ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കണം അല്ലെ. ഈ രണ്ട് സൈഡ്സും വരുന്ന റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കണം. ഏതൊക്കെ സൈഡ്? നമ്മളുടെ 6ഉം 5ഉം സൈഡായിട്ട് വരുന്ന റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കണം. പക്ഷെ ഏത് റൈറ്റ് ട്രയാങ്കിളിന്റെ ഏത് വശങ്ങളാ ഇവന്മാർ രണ്ടാളും? അതിനാണ് ഇവിടെ എന്താ നോക്ക്, നടുവിൽ ആരാ ഉള്ളത്? മൈനസ് ആണ് ഉള്ളത്. അപ്പൊ എങ്ങനെയാ വരയ്ക്കാ അറിയോ? ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ആ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ന്യൂസും ഈ പെർപെൻഡിക്കുലർ സൈഡ്സിൽ ഒന്നും ആയിരിക്കും എന്ത്? ഇവന്ന് പറയുന്നത്. അപ്പൊ ഹൈപ്പോട്ന്യൂസ് എത്രയായിരിക്കും? 6 ആയിരിക്കും. പെർപെൻഡിക്കുലർ സൈഡ്സിൽ 1, 5. ഈ രീതിയിലാണ് നിങ്ങൾ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കേണ്ടത്. നമുക്ക് വെറുതെ ഒന്ന് വരച്ചു നോക്കാം. എങ്ങനെയായിരിക്കും ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക? നമ്മൾ എന്ത് ചെയ്യുന്നു? 5 സെന്റിമീറ്റർ ഒരു ലൈൻ വരയ്ക്കുന്നു അല്ലെ. കറക്റ്റ് ആയിട്ട് എടുക്കുന്നില്ല. കറക്റ്റ് ആയിട്ട് എടുത്താൽ നമുക്ക് വരയ്ക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ടാവും. 5 സെന്റിമീറ്റർ ഒരു ലൈൻ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 90 ഡിഗ്രിയിൽ മക്കൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഒരു മുകളിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക.
ഓക്കെ, ആ ലൈനിന്റെ നീളം എത്ര നമുക്ക് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യുക, 90 ഡിഗ്രിയിൽ ഇങ്ങനെ വലിയൊരു ലൈൻ വരച്ചു കൊടുക്കുക. പക്ഷെ ഈ ലൈൻ എന്ത് ചെയ്യുന്നു, ഈ 6 സെന്റിമീറ്ററുള്ള ലൈൻ കട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ കോമ്പസ് എടുത്തിട്ട് അതിൽ എത്ര അടയാളപ്പെടുത്തുന്നോടാ, 6 സെന്റിമീറ്റർ അടയാളപ്പെടുത്തും. ഓക്കെ, 6 സെന്റിമീറ്റർ അടയാളപ്പെടുത്തും. എന്നിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് 6 സെന്റിമീറ്ററിൽ ഒരു ചാപം വരയ്ക്കാം. യെസ്. ദെൻ ഇവിടുന്ന് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവനാണ് നമ്മളുടെ മട്ടത്രികോണം. ഇത് 5 ആണ്, ഇത് 6 ആണ്. ഓക്കെ, സിമ്പിൾ കാര്യം. ഇനി അടുത്ത എന്താടാ, നമ്മളുടെ സ്ക്വയർ കിട്ടണം അല്ലെ. റൈറ്റ് ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് സ്ക്വയർ കിട്ടണം. സ്ക്വയർ എവിടാ വരാന്നറിയോ, ഇവിടെയാണ് വരിക, ഈ സൈഡിലാണ് സ്ക്വയർ വരിക. നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ ലെങ്ത് എടുത്ത് നോക്കും, ഇതിന്റെ ലെങ്ത് എത്രയാ നോക്കും, ഈ മഞ്ഞ കളറുള്ള ലൈനിന്റെ ലെങ്ത് എത്രയാ നോക്കും. സ്കെയിൽ എവിടെ, സ്കെയിൽ നോക്കാം. യെസ്, സ്കെയിൽ ആണെങ്കിൽ സ്കെയിൽ നോക്കാം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് കോമ്പസിൽ നോക്കണമെങ്കിൽ കോമ്പസിൽ നോക്കാം. റൈറ്റ് ട്രയാങ്കിളിന്റെ ഇത് ഇത്രയാണ് വരുന്നത്. അപ്പൊ അത്ര തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും എടുക്കാം. ഓക്കെ, അത്ര തന്നെ ഇവിടുന്ന് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ട് എടുക്കുക. ദെൻ അങ്ങനെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും എടുക്കുന്നു, അങ്ങനെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും എടുക്കുന്നു. ഇവനായിരിക്കും ആര്, ഇവനായിരിക്കും 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ, 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് പറയുന്നത്. സിമ്പിൾ കാര്യല്ലേ. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എന്തിൽ വരാൻ പോകുന്നത്, സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു 4 ക്വസ്റ്റ്യൻ എന്റെ മക്കൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇവിടെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചു വെക്കുക. നമുക്ക് ആകെ കുറച്ച് കാര്യമല്ലേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഏരിയ തന്നാൽ സൈഡ് കാണാൻ ആദ്യം നോക്കും, അതൊരു പൂർണ്ണ വർഗ്ഗമാണോ, അതൊരു എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ ആണോ നോക്കുക. പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ അതിന്റെ റൂട്ട് കണ്ടാൽ മതി അല്ലെ. രണ്ടാമത്തെ മാർഗം എന്താണ്, അതിന്റെ ഏരിയന്റെ പകുതി കാണുക. പകുതി കാണുമ്പം അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ ഏരിയ വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കുന്നു, അതിന് ഡയഗണൽ വരയ്ക്കുന്നു, അവിടെ ഒരു സ്ക്വയർ വരയ്ക്കുന്നു. ഇനി അതും പറ്റില്ല എങ്കിൽ മൂന്നാമത്തെ ഐഡിയ എന്താണ്, മൂന്നാമത്തെ ഐഡിയ ആണ് ഈ ഒരു ഏരിയനെ ഒരു 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ സം ആയിട്ടോ ഡിഫറൻസ് ആയിട്ടോ എഴുതുക. സം ആയിട്ടാണ് എഴുതുന്നെങ്കിൽ ആ 2 നമ്പേഴ്സ് എവിടെ ആയിരിക്കും വരിക, പെർപെൻഡിക്കുലർ സൈഡ്സ് ആയിരിക്കും വരിക. ഇനി ഡിഫറൻസ് ആയിട്ടാണ് എഴുതുന്നെങ്കിലോ പെർപെൻഡിക്കുലർ സൈഡ്സിലൊന്നും ഒരു ഹൈപ്പോട്ടന്യൂസും ആയിട്ടായിരിക്കും വരിക. ആൻഡ് അതിന്റെ അടുത്ത മൂന്നാമത്തെ സൈഡിലാണ് നമ്മുടെ സ്ക്വയർ ഉണ്ടാവുക. സിമ്പിൾ കാര്യമല്ലേ. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. നമ്മുടെ ലൈവിലൊക്കെ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.